ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് ഇനീഷ്യേറ്റീവിന്റെ ഒന്നാം ദിനം റിയാദിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കമ്പനികൾ, ഒപ്പം നിക്ഷേപകർ, വ്യവസായ പ്രമുഖർ, ലോക നേതാക്കൾ ഈ ഉച്ചകോടിയുടെ ഭാഗമായി സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നു. വിവിധ കരാറുകളും ഈ ഉച്ചകോടിയുടെ ഭാഗമായി ഇന്നും നാളെയുമായി ഒപ്പിടുകയും ചെയ്യും. സൗദി അറേബ്യയുടെ സ്വപ്ന പദ്ധതികളിലേക്ക് ലോകത്തെ ക്ഷണിക്കുക എന്നുള്ളത് കൂടിയാണ് ഈ ഉച്ചകോടിയുടെ പ്രധാനപ്പെട്ട ഭാഗമെന്ന് പറയുന്നത്. ഇതിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗം എന്ന് പറയുന്നത് ഇന്ത്യൻ നിക്ഷേപ കമ്പനികൾ വലിയ തോതിൽ സൗദി അറേബ്യയിൽ സാന്നിധ്യം ഉറപ്പിക്കുന്ന ഒരു സമയം കൂടിയാണിത്. അതിൽ തന്നെ പ്രധാനമായിട്ടും സൗദി അറേബ്യയുടെ ഒരു സ്വപ്ന പദ്ധതിയാണ് ലോജിസ്റ്റിക്കൽ ഹബ്ബായിട്ട് സൗദി അറേബ്യയെ മാറ്റിയെടുക്കുക എന്നുള്ളത്. എന്നോട് കൂടെ ഇപ്പോൾ 2 പേർ ചേരുന്നുണ്ട്. ഈ ഉച്ചകോടിയുടെ ഭാഗമായി സംബന്ധിക്കുന്നവരാണ്. കാഫ് ലോജിസ്റ്റിക്സിന്റെ മേധാവിമാരാണ് നമ്മുടെ കൂടെയുള്ളത്, അനീസും ഒപ്പം തന്നെ ഫൈസലും. ഇവർ 2 പേരും നമ്മളോട് സംസാരിക്കാൻ പോകുന്നത് സ്വാഭാവികമായിട്ടും സൗദി അറേബ്യയുടെ ലോജിസ്റ്റിക്കൽ സ്വപ്നങ്ങളെ കുറിച്ചാണ്. സ്വാഭാവികമായിട്ടും ഏതൊരു പ്രൊജക്ട് വരുമ്പോഴും അതിൻ്റെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു സെക്ടറാണ് ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അതില്ലാതെ ഒരു പ്രൊജക്റ്റ് ഒന്നും മുന്നോട്ട് പോകില്ല. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു FII, അതിലൂടെ വരുന്ന കമ്പനികൾ, ഒപ്പം തന്നെ സൗദി അറേബ്യ ലോജിസ്റ്റിക്കൽ സാധ്യതകൾ അതിനൊക്കെ കാണുന്നത്? അതെ, ഈ പ്രാവശ്യത്തെ FIക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം സൗദി മുന്നോട്ട് വെച്ച ഒരുപാട് സ്വപ്ന പദ്ധതികളുടെ എക്സിക്യൂഷൻ സ്റ്റേജിലാണ് ഇപ്പോൾ നമ്മൾ നടക്കുന്നത്. എക്സിക്യൂഷനിൽ ഒരുപാട് പ്രോജക്റ്റുകൾ, ഓൺഗോയിങ് പ്രോജക്റ്റിന്റെ വിശകലനവും അതേപോലെ തന്നെ ഇനി വരാനുള്ള പുതിയ പ്രോജക്റ്റുകളുടെ സൈനിങ് കോൺട്രാക്റ്റും ഈ പ്രാവശ്യം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എല്ലാവരും, സൗദിയിലുള്ള എല്ലാ ബിസിനസ് കോർപ്പറേറ്റ്സും വിദേശത്തുള്ള എല്ലാ ബിസിനസ് ആളുകളും ഇതിലേക്ക് കണ്ടെടുത്തിരിക്കുകയാണ്. എന്തെല്ലാം വളർച്ചയാണ് സൗദി അറേബ്യയുടെ മുൻ ഭാവി കാര്യങ്ങളിൽ വരാൻ പോകുന്നത്. ഇതിന് ചുവടുവെച്ച് തന്നെ കാഫ് ലോജിസ്റ്റിക്സും ഞങ്ങൾ നോക്കി കാണുന്നത് എന്തെല്ലാം പ്രൊജക്റ്റാണ് ഈ ഓൺഗോയിങ് ഫ്യൂച്ചറിൽ സൗദി മുന്നോട്ട് വെക്കുന്നത്, ജനങ്ങൾക്കായി സമർപ്പിക്കുന്നത് എന്നുള്ളത്. ലോജിസ്റ്റിക്സ് എല്ലാ കാലത്തെ പോലെ തന്നെ, എല്ലാ ബ്രാൻഡിങ്ങും പോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നുണ്ട് എല്ലാ ബിസിനസ് ഡെവലപ്മെൻറ്റ്സ് കാര്യങ്ങളിലും, പ്രോജക്റ്റ് ഡെവലപ്മെൻറ്റ് കാര്യങ്ങളിലും. ലോജിസ്റ്റിക്സിൽ നമുക്കും തന്നെ മുന്നോട്ട് ഒരുപാട് പോകാനുണ്ട്. ഈ പ്രോജക്റ്റുകളുടെ എക്സിക്യൂഷൻ ഭാഗങ്ങളിൽ ഇതിൻ്റെ കാർഗോ മൂവ്മെൻറ്റ്സ്, എക്യുപ്മെന്റ്സിന്റെ ഡെലിവറി, എല്ലാ കാര്യങ്ങളും ഏതെല്ലാം രീതികളിൽ. നിങ്ങളുടെ ഒരു സൗദി അറേബ്യയിൽ ഒരു സാന്നിധ്യം ഏത് തരത്തിലാണ്? ഇപ്പം എത്രമാത്രം, ഏതൊരു ലെവലിലാണ് നിങ്ങളുടെ ഒരു ബിസിനസ്സും കാര്യങ്ങളും ലോജിസ്റ്റിക്സ് ചെയ്യുന്നത്? നമ്മളിപ്പോൾ എല്ലാ പ്രോജക്റ്റുകളും ഞങ്ങൾക്ക് ചെറിയ രീതിയിലെങ്കിലും ഞങ്ങളുടെ ഒരു സാന്നിധ്യം ഉറപ്പുവരുത്താൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. വൻകിട പ്രോജക്റ്റായ നിയോമിലാണെങ്കിലും, കിദിയ പ്രോജക്റ്റുകളാണെങ്കിലും, ദമാമിലുള്ള പ്രോജക്റ്റുകളിലാണെങ്കിലും, സ്റ്റേഡിയം പ്രോജക്റ്റുകളാണെങ്കിലും, മിനിസ്ട്രി ഓഫ് സ്പോർട്സിൻ്റെ വിവിധ തരങ്ങളിലുള്ള പ്രോജക്റ്റുകളിലാണെങ്കിലും എല്ലാ ഭാഗങ്ങളിലും കാഫിൻ്റെ ഒരു ചെറിയ രീതിയിലുള്ള പങ്കാളിത്തം ഞങ്ങൾക്ക് ഉറപ്പ് നൽകാൻ സാധിച്ചിട്ടുണ്ട്. അതുതന്നെ ഞങ്ങൾക്ക് ഈ സമയത്ത് ചാരിതാർത്ഥ്യം തോന്നുന്നുണ്ട് ഞങ്ങളെ കമ്പനിയെ പ്രതികരിക്കുന്ന കാര്യങ്ങളിൽ. അത് മുന്നോട്ട് തന്നെ വൻ പ്രോജക്റ്റുകൾ ഏതെല്ലാം സൗദിയിൽ ഇവർ സൗദി ജനങ്ങൾ സമർപ്പിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഭാഗമാകാൻ ഞങ്ങൾ ശ്രമിക്കും ഇനി ഭാവി കാര്യങ്ങളിൽ. ഇപ്പോൾ സൗദി അറേബ്യയെ കുറിച്ച്, മക്കയെ കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് അത് ലോകത്തിന്റെ സെൻട്രലാണെന്ന് പറയലുണ്ട്. സൗദി അറേബ്യ നിൽക്കുന്നതും ഈ മക്കയെ ഉൾക്കൊണ്ടുകൊണ്ടാണല്ലോ. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ലോജിസ്റ്റിക്കൽ പ്രൊജക്റ്റുകൾ വരുന്ന സമയത്ത് അത് സൗദി അറേബ്യക്ക് എത്രമാത്രം അത് ഗുണമാണ് കരുതുന്നത്? കാരണം ഇവിടെ ഒരു മൂവ്മെന്റ് എത്രമാത്രം ഈസിയാവും? അതെ, ഈ പറഞ്ഞ പോലെ മക്ക ലോകത്തിന്റെ സെൻട്രാന്നുള്ള രീതിയിൽ തന്നെ ഇപ്പോൾ ലോജിസ്റ്റിക്സ് ഹബ്ബ് ഇനി സൗദിയിലോട്ട് മാറ്റാൻ പോവുകയാണ്. ഓക്കെ, അതിനുള്ള എല്ലാ പണികളും അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ജിദ്ദ പോർട്ട് ഇതിൽ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. ജിദ്ദ പോർട്ടാണ് ശരിക്ക് മൂവ്മെൻറ്റ്സിൻ്റെ കാര്യങ്ങളിൽ ഫാർ ഈസ്റ്റും എല്ലാ മിഡിൽ ഈസ്റ്റും തമ്മിലുള്ള ഇന്റർ കണക്ഷനൊക്കെ ഈസി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫറിങ്ങിനൊക്കെ ഒരു പാത, ഈസി വേ, സീ വേ ആണെങ്കിലും എയർ വേ ആണെങ്കിലും ഈസി വേ നമുക്ക് ജിദ്ദയെ കൺസിഡർ ചെയ്യാം. അതുപോലെ തന്നെ സൗദിയുടെ ഭൂപ്രകൃതി ഒരുപാട് 8-9 രാജ്യങ്ങളിൽ അതിർത്തി പങ്കിടുന്ന ഒരു വലിയ രാജ്യമാണ്. ആ ഒരു സെൻട്രൽ രാജ്യം എന്നുള്ള രീതിയിൽ തന്നെ ചരക്ക് കൈമാറ്റങ്ങളും സ്വീകരണവും വിതരണവും എല്ലാം സൗദിക്ക് ഈസിയാണ്, ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ലോകത്തെ ചലിപ്പിക്കാൻ സുഖമായിട്ട് സൗദിക്ക് കഴിയും. അതന്നെ ആളുകൾ ഈ രാജ്യത്തെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം അവരുടെ വളരെ പ്രധാനപ്പെട്ട ഒരു മേഖല, അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട മേഖലയാണ് ലോജിസ്റ്റിക്കൽ മേഖല എന്നുള്ളത്. അതിൽ സൗദി അറേബ്യക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ഒരുപാട് ഗുണങ്ങൾ ആ നിലക്കുണ്ട്. അപ്പം ഇവിടെ വരുന്ന പുതിയ ട്രെൻഡുകൾ ലോജിസ്റ്റിക്കൽ മേഖലയിൽ എങ്ങനെയാണ്? അപ്പം ഒരു വർഷത്തവർക്ക് ഒരു ഭാഗം നോക്കുമ്പോൾ ജുബൈല്, ഇപ്പുറത്ത് ജിദ്ദ, അങ്ങനെയെല്ലാം ഒരുപാട് സാധ്യതകളുണ്ടല്ലോ. അപ്പം എങ്ങനെയാണ് നിങ്ങളുടെ ഒരു പ്രതീക്ഷ എന്താണ് ലോജിസ്റ്റിക്കൽ ഇതിൽ മേഖലയിലുള്ള പുതിയ സാധ്യതകൾ, അവസരങ്ങൾ, സൗദി അറേബ്യയുടെ സാധ്യതകൾ എങ്ങനെയാണ് നിങ്ങൾ വിലയിരുത്തുന്നത്? അതായത് ഇപ്പോൾ സൗദീനെ സംബന്ധിച്ച് നമ്മളിപ്പോൾ സൗദിയിൽ ഇപ്പോൾ യൂറോപ്പിലേക്കായാലും ലോകത്തിലെ മേജർ
സിറ്റിയിലേക്കൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആൾമോസ്റ്റ് 6 മണിക്കൂർ കൊണ്ട് എവിടെ എത്താന്നുള്ളൊരു പൊസിഷനിലാണ്. അപ്പോൾ ഒരു കുറേ ഒരു സെൻറ്ററിൽ നിൽക്കുന്ന പോലെയാണ് നമുക്കത് ഫീൽ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ വേറെ പുതിയ പ്രൊജക്റ്റ് കിങ് സൽമാൻ പുതിയ എയർപോർട്ട് ഒരു മെയിനായിട്ട് അത് ഫോക്കസ് ചെയ്തിരിക്കുന്ന ലോജിസ്റ്റിക്കിൻ്റെ അതാണ് മോർ ഒരു ഇമ്പോർട്ടൻസ് അതിൽ കൊടുക്കുന്നത്. പിന്നെ ഒരു ഇതുവരെ ഇല്ലാത്തൊരു സംഭവം വെച്ചാൽ ഫ്രീ സോൺ ആ ഒരു ഫെസിലിറ്റി ഇപ്പോൾ ജിദ്ദ പോർട്ടിൽ അതേപോലെ ഇവിടെയൊക്കെ ഇത് ഒരു പിന്നെ ഓൾറെഡി അനൗൺസ് ചെയ്ത് കഴിഞ്ഞത്. ഫ്രീ സോണിന്റെ ഒരു ഇമ്പാക്ട് എന്തായിരിക്കും? ചില എന്തൊക്കെ നേട്ടങ്ങളായിരിക്കും അത് ഫ്രീ സോൺ വരുമ്പോൾ സംഭവിക്കുക? അത് നമ്മൾ സാധാരണക്കാർക്ക് പറഞ്ഞു കൊടുക്കുക. ഒരുപാട് മോറ് ചരക്കിൻ്റെ പിന്നെ കൈമാറ്റങ്ങളുടെ ഇമ്പോർട്ടൻ്റ് എക്സ്പോർട്ട് ഇത് പിന്നെ അതിൻ്റെ ഒരു പെർസെൻറ്റേജ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോർ ദാൻ ഡബിൾ ഇൻക്രീസ് ആവും. പിന്നെ ഇത് ഏറ്റവും കൂടുതൽ ഗുണകരമാവുക ലോജിസ്റ്റിക് ഫീൽഡിൽ തന്നെയാണ്. പിന്നെ ഇപ്പോൾ സൗദിയിൽ എന്ന് വെച്ചാൽ നിങ്ങൾക്കൊക്കെ അറിയുന്ന പോലെ തന്നെ ലോജിസ്റ്റിക് ഫീൽഡിൽ ഐ തിങ്ക് 90% നമ്മൾ ഇന്ത്യൻസ് തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. ജോലി ചെയ്തിട്ടായാലും സ്വന്തം കമ്പനി ഓൺ ചെയ്തിട്ടായാലും. അപ്പോൾ വളരെ ഒരു നല്ല മാറ്റം ഉണ്ടാവും. പിന്നെ ഇതിൻ്റെ ഒരു നേരത്തെ ഇപ്പോൾ സൗദിയിൽ ബിസിനസ് ചെയ്യുന്ന സമയത്തും ഒപ്പം തന്നെ ഇപ്പോൾ ചെയ്യുന്ന സമയത്തും ഈ ലോജിസ്റ്റിക്സ് ഫീൽഡ് തോന്നുന്ന പ്രധാനപ്പെട്ട ഡിഫറൻസ് എന്താണ്? ഇപ്പോൾ എന്ന് വെച്ചാൽ പഴയ പോലെയല്ല. പഴയ കാലത്ത് നമുക്ക് എന്താ വെച്ചാൽ ഒരു പിന്നെ ഒരു ഡോക്യുമെൻ്റ് കിട്ടാനോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഗവൺമെൻ്റൽ പ്രൊസീജിയേഴ്സൊക്കെ ഭയങ്കരമായിട്ടുള്ളൊരു നമ്മൾ നൂലാമാലകൾ എന്നൊക്കെ പറയുന്ന പോലെ വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഇന്നതെല്ലാം ഈസി വളരെ ഭയങ്കരമായിട്ടുള്ള ഒരു സ്പീഡ് കൈവരിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ വൈവിധ്യമാർന്ന പദ്ധതികൾ ലോജിസ്റ്റിക്സ് മേഖലയിലേക്ക് വരുന്നു. അതിൽ ഇന്ത്യൻ പ്രാതിനിധ്യമായി നിൽക്കുകയാണ് കാഫ് ലോജിസ്റ്റിക്സ്. FIയുടെ ഭാഗമായി ഇത്തവണ അവരും നമ്മളോടൊപ്പമുണ്ട്. റിയാദിൽ നിന്നും അഫ്താബ് റഹ്മാൻ, മീഡിയ 1.